ഹായ് ഓൾ അസ്സാം വലൈക്കും. ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തായിഫിലൊരു കിഡിലൻ റെസ്റ്റോറൻ്റാണ്. കിന്ത എന്നാണ് ഈ റെസ്റ്റോറൻ്റെ പേര്. ഇതൊരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത നേരിട്ട് കാണാം. ഇതിൻ്റെ ഫാമിലി സെക്ഷൻ മുകളിലാണ്. നമുക്ക് നേരെ ഇപ്പം ഫാമിലി സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം കണ്ടിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ജ്യൂസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷനും അതേപോലെ ഭക്ഷണം കിച്ചനും ഒക്കെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടി മുകളിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള കബാബുകളും വെജിറ്റബിൾസും അതേപോലെ ഡിഫറെൻറ്റ് ഡിഷസും നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കല്ല അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് കബാബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവിടെ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇതിൻ്റെ കിച്ചണും അതേപോലെ നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാമിലിക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നമ്മളതിൻ്റെ മുകളിലേക്ക് പോവാണ്. നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഇൻറ്റീരിയറാണ് നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്ത ഒരു ഫീലാണ്. അത് കൂജിക്കകത്തൂടെ ഇങ്ങനെ വെള്ളം വരുന്നു. അതേപോലെ പഴയ ആൻറ്റിക്കുമായിട്ടുള്ള സൈക്കിള്, ആരെയും ആകർഷിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ കുറേ വിഭവങ്ങൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ലവ് ബേർഡ്സ്, അതുപോലെ കുറേ പക്ഷികൾ, അതേപോലെ ഓപ്പൺ സ്പേസിൽ കുട്ടികൾക്ക് ഇരുന്ന് എഴുതാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കയറുമ്പോൾ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന അതുപോലെ ഒന്ന് രണ്ട് വലിയ അക്വേറിയം, കുറേ ഫിഷ് ടാങ്ക്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഡൈനിങ് ഒക്കെ ഓപ്പൺ സ്പേസ് ആണ്. അതേപോലെ നമുക്ക് അതിൻ്റെ പുറകിലൊരു വലിയ പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഫുട്ബോൾ കാണാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. നമ്മളതിങ്ങനെ ഓപ്പൺ സ്പേസിൽ നിന്ന് കാണാനും നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ഒരു ഗാർഡൻ സെറ്റപ്പ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഒക്കെ വളരെ സ്പീഷ്യസ് ആണ്. നമുക്ക് നല്ല സ്ഥലമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കിയിടാം. നമുക്ക് സൗകര്യം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡോറൊക്കെ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് കോഫ്തയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കബാബ് എന്നൊക്കെ പറയാം. ഒരു അത് കുറച്ച് നൂഡിൽസിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും അതേപോലെ കുറച്ച് ഇതും പിന്നെ എൻ്റെ കൂടെ ഒരു കബാബും റൈസും ഒക്കെ അടങ്ങുന്നതാണ് ഈ കോഫ്ത എന്ന് പറയുന്ന ഒരു ഭക്ഷണം. അത് ഈജിപ്ഷ്യൻ ഫുഡാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ സാലഡുകൾ, കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള സാലഡുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെറ്റപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഒരു ഗാർഡൻ സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഗാലറിയിൽ ഇങ്ങനെ ടി വി കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് കബാബാണ്. കബാബ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ സലാഡ്, പിന്നെ കുറച്ച് ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ്. ഇത് സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ഷ്യൻ ഫുഡ് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കഴിക്കണം.
എങ്ങനെയാണ് സംഭവം കൊള്ളാം. ഒരു വ്യത്യസ്തമാണ്. നാളെ കിട്ടുന്ന നമ്മുടെ ഒട്ടുക കിട്ടുന്ന ഭക്ഷണമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മളിവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ബാഴ്സലോണയുടെ പുള്ളിയുടെ കളിയൊക്കെ കണ്ടിട്ട് തെറ്റി പറയുന്നു. ബാഴ്സലോണ ഇറ്റലിയും സ്പെയിനുമാണ്. നല്ല ഭക്ഷണമാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഭക്ഷണം അടിപൊളിയാണ്. എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? ഭക്ഷണം സെറ്റപ്പ്. പല്ല് കുത്താനുള്ള ക്ലബ് മാത്രം കൊണ്ടുവന്നാൽ വീട്ടിൽ വേറെ കുഴപ്പമൊന്നും സെറ്റാ. കിട്ടുവാണ് എന്തായാലും. ഇതിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭക്ഷണം ഓക്കെയാണ്. എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ തായ്ഫിൽ കറങ്ങാൻ വരുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് പിന്നെ ഓപ്ഷനിലായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇത് കിൻഡ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.